നമസ്കാരം. നാട്ടിൽ ഇന്ന് പ്രധാനപ്പെട്ടൊരു വാർത്താ ദിവസമാണ്. രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മുടെ മുന്നിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിയമസഭയിൽ അവിശ്വാസ പ്രമേയം വരുന്നു പിണറായി സർക്കാരിനെതിരെ എന്നതാണ്. പിണറായി സർക്കാരിന് ഈ 4.5 വർഷക്കാലത്തിനിടയിലെ ആദ്യ അവിശ്വാസ പ്രമേയമാണ് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കപ്പെടുക. സർക്കാരിന് വിജയമുറപ്പാണ്, അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങളും രാഷ്ട്രീയ പ്രസ്താവനകളും രാഷ്ട്രീയ പോരും നടക്കുന്ന ഇടമായിട്ട് ഈ അവിശ്വാസ പ്രമേയ കാര്യങ്ങളിലെ നിയമസഭയ്ക്കകത്തെ സംഗതികൾ നീങ്ങും. സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിലെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന വർത്തമാനങ്ങളും പ്രസ്താവനകളും അവിടെ നിന്ന് ഇന്നുണ്ടാകും. ഈ സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ എണ്ണി പറയാനാണ് പ്രതിപക്ഷം ഇങ്ങനെയൊരു ഔദ്യോഗികമായിട്ടുള്ള വേദി ഒരുക്കിയിരിക്കുന്നത്. ഈ ലൈഫ് മിഷൻ പദ്ധതിയും സ്വർണ്ണക്കടത്തും ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ ആയുധങ്ങളായിട്ടുണ്ട്. അത് അതിശക്തമായിട്ട് പ്രയോഗിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് നിയമസഭയിൽ കാണുക. പക്ഷേ ഭരണപക്ഷം വെറുതെ ഇരിക്കുകയല്ല, തിരിച്ചടിക്കാനും പ്രതിരോധിക്കാനും സർക്കാരിന് നല്ല ശേഷിയുണ്ട്, സർക്കാർ ഭാഗത്തിന്, ഭരണപക്ഷത്തിന് എന്നതാണ് ആ ഭാഗത്തിൻ്റെയും വിശ്വാസവും പ്രതീക്ഷയും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, നിയമസഭയ്ക്ക് പുറത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, നാട് ശ്രദ്ധിക്കുന്നത് കോൺഗ്രസിനെ ദേശീയ തലത്തിൽ ആര് നയിക്കും എന്ന ചോദ്യമാണ്. പ്രവർത്തക സമിതി ഇന്ന് ചേരുന്നുണ്ട്. സോണിയാഗാന്ധി അവരുടെ അധ്യക്ഷ പദവിയിൽ നിന്ന് അവരിറങ്ങും എന്ന വിവരങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുകയില്ല അധ്യക്ഷ പദവി എന്ന തീരുമാനം അദ്ദേഹം മാറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ ആരായിരിക്കും? ഗാന്ധി നെഹ്റു കുടുംബത്തിന് പുറത്തു നിന്ന് ഒരു അധ്യക്ഷൻ അല്ലെങ്കിൽ അധ്യക്ഷ വന്നാൽ അതിന് വഴങ്ങും എന്ന് പ്രിയങ്ക ഗാന്ധിയും, ആ കുടുംബത്തിലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട പേരുകാരി പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞ സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് സോണിയാഗാന്ധി ഒഴിയുകയാണ്. രാഹുൽ ഗാന്ധി ആ സ്ഥാനം ഏറ്റെടുക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിയും മാറി നിൽക്കാം എന്ന നിലപാടിലാണുള്ളത്. അപ്പോൾ പിന്നെ ആരായിരിക്കും ഈ മോശം കാലത്ത് കോൺഗ്രസിനെ ദേശീയ തലത്തിൽ നയിക്കുക എന്ന ചോദ്യമാണ് പ്രധാനമായുമുള്ളത്. അതിന് പൂർണ്ണമായ ഉത്തരം ഇന്ന് ലഭിക്കുകയില്ല. പക്ഷേ അക്കാര്യത്തിലെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വന്നേക്കാം. ആ പ്രവർത്തക സമിതി യോഗം ഇന്ന് ചേരുന്നുണ്ട്. ഇന്നലെ തന്നെ സോണിയാഗാന്ധി സ്ഥാനമൊഴിയുകയാണ് എന്ന കാര്യം അറിയിച്ചിട്ടുമുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട രണ്ട് വാർത്തകൾ ദേശീയ തലത്തിൽ നിന്നും കേരളത്തിൽ നിന്നും വരാനിരിക്കുന്ന ദിവസമാണ്. വാർത്തകളിലേക്ക് വിശദമായി. രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ 14ാം നിയമസഭയുടെ പ്രത്യേക ഏകദിന സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും. ധനകാര്യ ബില്ല് പാസാക്കാനായാണ് സമ്മേളനം ചേരുന്നത് എങ്കിലും പിണറായി സർക്കാരിനെതിരായ പ്രതിപക്ഷത്തിന്റെ ആദ്യ അവിശ്വാസ പ്രമേയമാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അവിശ്വാസ പ്രമേയം സർക്കാരിന് ഭീഷണിയല്ലെങ്കിൽ പോലും പ്രതിപക്ഷ നീക്കം സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിന്റെ നിലപാട് പ്രതിപക്ഷത്തിനും നിർണായകമാണ്. UDF നിയമസഭാ കക്ഷിയോഗം അല്പസമയത്തിനകം ചേരും. വീരേന്ദ്രകുമാറിന്റെ നിര്യാണത്തെ തുടർന്നുണ്ടായ രാജ്യസഭാ ഒഴിവിലേക്ക് ഇന്ന് ഉപതെരഞ്ഞെടുപ്പും നടക്കും. വിവരങ്ങളുമായി TG സജിത്തും VR കാർത്തിക്കും ഉമേഷ് ബാലകൃഷ്ണനും അടക്കമുള്ള ആളുകൾ ചേരുന്നുണ്ട്. ആദ്യം TG സജിത്തിലേക്ക്. സജിത്ത്, ആരും ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഫലമൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഈ അവിശ്വാസ പ്രമേയം സംബന്ധിച്ച്. ഭരണപക്ഷത്തിന് എളുപ്പത്തിൽ അനുകൂലമായ സാഹചര്യമാണ്, വിജയിക്കാവുന്ന അനുകൂല സാഹചര്യമാണ് ഉള്ളത്, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ വളരെ പ്രധാനപ്പെട്ടൊരു നീക്കമാണ് ഈ അവിശ്വാസ പ്രമേയം അവതരണത്തിലൂടെ അവിടെ നിയമസഭയിൽ നടക്കേണ്ടത്. എന്തുകൊണ്ടാണത് പ്രധാനപ്പെട്ടതാകുന്നത്? എന്താണ് നടപടിക്രമങ്ങൾ? സനീഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് ഇന്ന് നിയമസഭ വേദിയാവുന്നത്. കോവിഡ് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് പൊതുവിൽ ഏതു തരത്തിലുള്ള ക്യാമ്പയിനുകളും പരസ്യ ക്യാമ്പയിനുകളും നടത്തുന്നതിന് വെല്ലുവിളിയുണ്ട്. സർക്കാരിനെതിരായ ആരോപണങ്ങളൊന്നും ആ തരത്തിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് നിയമസഭയെ അതിൻ്റെ ഒരു പ്രധാനമായ വേദിയാക്കി മാറ്റാൻ പ്രതിപക്ഷം ഇന്നത്തെ അവിശ്വാസ പ്രമേയത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ച പോലെ സാങ്കേതിക കണക്കുകൾ MLA-മാരുടെ എണ്ണം കണക്കെടുക്കുമ്പോൾ അവിശ്വാസ പ്രമേയം പരാജയപ്പെടുമെന്നും ഉറപ്പാണ്. പക്ഷേ ഇന്ന് നിയമസഭയിൽ നടക്കുന്ന 5 മണിക്കൂർ ചർച്ചയിൽ പരമാവധി സർക്കാരിനെതിരായ ആരോപണങ്ങൾ, പുതിയ ആരോപണങ്ങൾ, തുടക്കം മുതലുണ്ടായ ആരോപണങ്ങൾ, ഇതൊക്കെ വീണ്ടും സഭയിൽ ഉന്നയിച്ച് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുക എന്ന രാഷ്ട്രീയ തന്ത്രമാണ് ഇന്ന് പ്രതിപക്ഷം പ്രയോഗിക്കുന്നത്. VD സതീശൻ നൽകിയിരിക്കുന്ന അവിശ്വാസ പ്രമേയ നോട്ടിൽ സ്വർണ്ണക്കടത്ത് കേസിലെ സർക്കാരിനെതിരായ ആരോപണങ്ങൾ, അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, ഇതൊക്കെയാണ് മുഖ്യമായും ഉന്നയിക്കപ്പെടുന്നത്. പക്ഷേ പ്രധാനമായും എല്ലാ വിഷയങ്ങളിലും തുടക്കം മുതലുള്ള ഈ സർക്കാരിൻ്റെ 4 വർഷം പിന്നിട്ട സർക്കാരിൻ്റെ എല്ലാ കാര്യങ്ങളിലും വിവാദ വിഷയങ്ങൾ സഭയിൽ പരമാവധി ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം, അതാണ് പ്രതിപക്ഷം പ്രതീക്ഷിക്കുന്നത്. അത്തരം നീക്കങ്ങൾ പ്രതീക്ഷിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, സർക്കാരും ഈ പ്രതിപക്ഷത്തിൻ്റെ അവിശ്വാസ പ്രമേയ നീക്കം അവർ മുന്നിൽ കാണുന്ന രാഷ്ട്രീയ തന്ത്രം എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് സർക്കാരും ഇതിനെ നേരിടാൻ പോവുകയാണ്.
മുഖ്യമന്ത്രി അടക്കമുള്ളവർ കൃത്യമായ മറുപടി തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ന് സഭയിലെത്തുക. 10 മണിക്ക് അവിശ്വാസ പ്രമേയ ചർച്ച ആരംഭിക്കും. 5 മണിക്കൂറാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 3 മണിക്ക് ചർച്ച പൂർത്തിയാവേണ്ടതാണ്. പക്ഷേ സ്വാഭാവികമായി ഈ ചർച്ചകൾ നീണ്ടുപോകാനാണ് സാധ്യത. കാരണം ചർച്ചകളൊന്നും കൃത്യമായ സമയക്ലിപ്തതയിൽ നടക്കാൻ സാധ്യതയില്ല. അത് രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി കൊണ്ട് തന്നെ കൂടുതൽ നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടിക്കും ചർച്ചയ്ക്കും ശേഷം മുഖ്യമന്ത്രിയുടെ മറുപടിയും ഉണ്ടാകും. ഇതിന് ശേഷമായിരിക്കും വോട്ടെടുപ്പ് നടക്കുക. എന്തായാലും മുഖ്യമന്ത്രിയും ഈ കാര്യങ്ങളിൽ ആരോപണങ്ങളിലടക്കം കൃത്യമായ മറുപടികൾ പറയാൻ തയ്യാറെടുക്കുന്നത്. പ്രതിപക്ഷം നിലവിൽ ഉന്നയിക്കപ്പെട്ട ആരോപണത്തിന് പുറമെയായി ചില പ്രധാനപ്പെട്ട ആരോപണങ്ങളും ഇന്ന് സർക്കാരിനെതിരെ സഭയിൽ ഉന്നയിച്ചേക്കാനുള്ള സാധ്യതയുമുണ്ട്. അത്തരം രാഷ്ട്രീയ നീക്കങ്ങൾ അവർക്കിടയിൽ ആലോചന നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുവരെ സർക്കാർ കേന്ദ്രങ്ങൾ ആരോപണ വിഷയങ്ങളിൽ പുറത്തു പറയാത്ത ന്യായീകരണങ്ങളും നിലപാടുകളും ഇന്ന് സഭയിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സ്വീകരിച്ചേക്കാം. മുഖ്യമന്ത്രി എന്തു പറയുന്നു, പ്രതിപക്ഷ നേതാവ് എന്തു പറയുന്നു എന്ന പ്രസക്തമായ രാഷ്ട്രീയ വിഷയങ്ങളാണ് ഇന്ന് നിയമസഭയിൽ ഉണ്ടാവുക എന്നതാണ് പ്രസക്തമായ കാര്യം. സജിത്ത്, ആരൊക്കെയാണ് സംസാരിക്കുക ഇരുഭാഗത്തു നിന്നും എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയുണ്ടോ? ആരൊക്കെയാണ് സംസാരിക്കുക എന്ന കാര്യത്തിൽ, ഓരോ ഭാഗത്തു നിന്നും ഏതൊക്കെ നേതാക്കളായിരിക്കും സംസാരിക്കുക എന്ന കാര്യത്തിൽ ഇതിനകം സ്ഥിരീകരണവും വിവരങ്ങളുമൊക്കെ വന്നിട്ടുണ്ടോ? ആരൊക്കെ സംസാരിക്കുമെന്ന ലിസ്റ്റ് ഇതുവരെ ആയിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ അതിലൊരു വ്യക്തത ഉണ്ടാകും. എന്തായാലും പ്രതിപക്ഷ ഭരണപക്ഷ അംഗങ്ങൾക്ക് പൂർണ്ണമായ ഈക്വലായ ഒരു പങ്കാളിത്തം ഉണ്ടാവണമെന്ന ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വച്ചിട്ടുണ്ട്. പക്ഷേ ചട്ടപ്രകാരം അത് അനുവദിക്കേണ്ടതില്ല. കാരണം MLA-മാരുടെ എണ്ണം കൂടുതൽ ഉള്ള കക്ഷിക്ക് സ്വാഭാവികമായും കൂടുതൽ അംഗങ്ങളും കൂടുതൽ സമയവും ചട്ടപ്രകാരം അനുവദിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ പൂർണ്ണമായും രണ്ട് കക്ഷികൾക്കും തുല്യ സമയം എന്ന വാദം അംഗീകരിക്കാൻ സാധ്യതയില്ല. എന്നാൽ ഒരു രാഷ്ട്രീയ വിഷയമായതുകൊണ്ട് തന്നെ ഒരു പൊതു ഏകീകരണത്തിൻ്റെ ഭാഗമായി അത്തരം നീക്കവും പ്രതീക്ഷിക്കാം. എന്തായാലും ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത അല്പസമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാകും. രാവിലെ 9 മണിക്ക് സഭ അല്പസമയത്തിനുള്ളിൽ 9 മണിക്ക് സഭ ചേരുമ്പോൾ ആദ്യം മറ്റു ചില അജണ്ടകളാണ്. 9 മുതൽ 10 മണി വരെ മറ്റു ചില അജണ്ടകളാണ് വരുന്നത്. ചരമോപചാരം, ചില പ്രധാനപ്പെട്ട ബില്ലുകളുടെ അവതരണം അടക്കമുള്ള കാര്യങ്ങളാണ് 9 മുതൽ 10 മണി വരെ വരുന്നത്. 10 മണിക്കാണ് അവിശ്വാസ പ്രമേയ വിഷയത്തിൽ ചർച്ച ആരംഭിക്കുന്നത്. VD സതീശൻ്റെ നോട്ടീസ് സർക്കാർ സഭ പരിഗണിക്കെടുക്കുന്നു, അതിൽ ചർച്ച ആരംഭിക്കുന്നു. അങ്ങനെ വൈകിട്ട് 3 മണി വരെ ചർച്ച മുന്നോട്ട് പോകും. അതാണ് നിലവിലുണ്ടായിരിക്കുന്ന ധാരണ. ശരി, ഞാൻ തിരിച്ചു വരാം സജിത്ത് താങ്കളിലേക്ക്. VR കാർത്തിക് കൂടെ അവിടെ നിന്ന് ചേരുന്നുണ്ട്. കാർത്തിക്, UDF-ന് പ്രതിപക്ഷത്തിന് വലിയ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഇത് ഏതെങ്കിലും തരത്തിൽ വിജയമുണ്ടാവുക എന്നതല്ല. തെരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം, നേരത്തെ സജിത്ത് പറഞ്ഞതുപോലെ ഈ സർക്കാരിൻ്റെ തുടക്കകാലം തൊട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം ഒന്നുകൂടെ ജനത്തിന് മുന്നിലേക്ക് വെക്കാനുള്ള ഒരു അവസരമാണ്. ഒപ്പം ഈ ലൈഫ് മിഷനും സ്വർണ്ണക്കടത്തും പോലുള്ള ഗൗരവതരമായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് ഒന്നുകൂടെ പരമാവധി ജനങ്ങൾക്കുള്ളിലേക്ക് എറിഞ്ഞു തറപ്പിക്കാനുള്ള അവസരം കൂടെയാണ്. അത് ഏത് വിധത്തിലായിരിക്കും അവർ ഉപയോഗിക്കുക? ഒപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഈ കേരള കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വിശദാംശങ്ങളും എന്താണ്? UDF പാർലമെന്ററി പാർട്ടി യോഗം അല്പസമയത്തിനകം ചേരും. സഭയ്ക്കുള്ളിൽ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നീക്കങ്ങൾ സംബന്ധിച്ച് അതിൽ അന്തിമ തീരുമാനം ഉണ്ടാവുകയും ചെയ്യും. പ്രധാനമായും പുതിയ സമീപകാല വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ 2 നോട്ടീസുകളാണ് പ്രതിപക്ഷം നൽകിയത്. ഒന്ന് സർക്കാരിനെതിരായ അവിശ്വാസ പ്രമേയ നോട്ടീസ്, മറ്റൊന്ന് സ്പീക്കറെ നീക്കൽ പ്രമേയം. ഇതിൽ സർക്കാരിനെതിരായ അവിശ്വാസ പ്രമേയ നോട്ടീസ് മാത്രമാണ് അംഗീകരിച്ചത്. ആ ഘട്ടത്തിൽ സമീപകാല വിവാദങ്ങളിൽ ആരോപണ വിധേയനായ സ്പീക്കർ സഭ നിയന്ത്രിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ സ്വാഭാവികമായും സ്പീക്കർക്കെതിരെയും പ്രതിപക്ഷത്തു നിന്ന് പ്രതിഷേധം ഉയരും. എന്നാൽ സ്പീക്കർ നീക്കൽ പ്രമേയം എന്തുകൊണ്ട് അംഗീകരിച്ചില്ല എന്നൊരു വിശദീകരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആ ഘട്ടത്തിലുണ്ടാവും. സ്വാഭാവികമായും 14 ദിവസം മുമ്പ് നോട്ടീസ് നൽകാത്തൊരു സാഹചര്യത്തിലാണ് അത് സ്വീകരിക്കാത്തത് എന്നൊരു വിശദീകരണമാവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. തുടർന്ന് സഭാ നടപടികളുമായി പ്രതിപക്ഷം സഹകരിക്കും. അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കെടുക്കുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷത്തു നിന്ന് VD സതീശനാവും ആദ്യം സംസാരിക്കുക. അതിനുശേഷം ഷാഫി പറമ്പിൽ, KS ശബരിനാഥൻ അടക്കമുള്ളവരും സംസാരിക്കും. ഏതായാലും സമീപകാല വിവാദങ്ങൾ, സ്വർണ്ണക്കടത്ത് വിവാദം, അതോടൊപ്പം തന്നെ ലൈഫ് മിഷൻ കമ്മീഷൻ, ഇത്തരത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം സഭ സമ്മേളിക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ കയ്യിൽ ആയുധങ്ങൾ നിരവധിയാണ്. അത് പരമാവധി സഭാ തലത്തിൽ സർക്കാരിനെതിരെ ആയുധമാക്കുക എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തന്ത്രം. പരമാവധി, പ്രത്യേകിച്ച് കോവിഡ് സാഹചര്യത്തിൽ പരസ്യ പ്രതിഷേധങ്ങൾക്കടക്കം വിലക്കുള്ള ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ പരമാവധി ഈ അവസരം സഭയ്ക്കുള്ളിൽ വിനിയോഗിക്കുക, പൊതുസമൂഹത്തിന് മുന്നിൽ ഇത് വീണ്ടും സജീവ ചർച്ചയായി നിലനിർത്തുക എന്ന് തന്നെയാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്ന തന്ത്രം. സ്വാഭാവികമായും സ്വർണ്ണക്കടത്ത് വിവാദം മാത്രമല്ല, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് അദാനിയുടെ ബന്ധുവിന് നിന്ന് നിയമോപദേശം തേടിയതടക്കമുള്ള വിവാദങ്ങളിൽ സർക്കാരിനെതിരെ പരമാവധി വിമർശനങ്ങൾ പ്രതിപക്ഷം സഭാതലത്തിൽ ഉന്നയിക്കും. അതിന് സർക്കാരിന്റെ ഏറ്റവും ഒടുവിൽ വരെയും സഭാ നടപടികളുമായി പ്രതിപക്ഷം സഹകരിക്കുകയും ചെയ്യും. മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ മറുപടിയും ഇക്കാര്യത്തിൽ പ്രതിപക്ഷം
മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ മറുപടി ഉണ്ടാകുന്ന ഘട്ടം വരെയും സഭാ നടപടികളുമായി സഹകരിക്കുകയും ചെയ്യും. ഏതായാലും അംഗബലം കൊണ്ട് അവിശ്വാസ പ്രമേയത്തിൽ വിജയിക്കാൻ ആകില്ല എങ്കിൽ കൂടിയും ഒരു ഇടവേളയ്ക്ക് ശേഷം നിയമസഭ സമ്മേളിക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ കയ്യിലുള്ള ആയുധങ്ങൾ പരമാവധി വിനിയോഗിക്കുക, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ ഈ അവസരം പരമാവധി ഉപയോഗിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. മറ്റൊന്ന് രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേരള കോൺഗ്രസിലെ അനൈക്യമാണ് UDF-ൽ ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രതിസന്ധി. സ്വാഭാവികമായും 45 പേരാണ് പ്രതിപക്ഷത്തു നിന്നുള്ളത്. അതിൽ 2 പേരുടെ വോട്ട് സ്വാഭാവികമായും കുറയും എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ ജോസ് കെ മാണിയുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. സഭാ നടപടികളുമായി സഹകരിക്കുമെങ്കിലും അവിശ്വാസ പ്രമേയ ചർച്ചയിലെ വോട്ടെടുപ്പിലും അതോടൊപ്പം തന്നെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കും എന്നാണ് ജോസ് കെ മാണി പക്ഷം വ്യക്തമാക്കുന്നത്. സ്വതന്ത്ര നിലപാട്, നേരത്തെ സ്വീകരിച്ച സ്വതന്ത്ര നിലപാട് ഇന്ന് സഭയ്ക്കുള്ളിലും തുടരാനാണ് അവരുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം തന്നെ UDF കൺവീനർ ഇക്കാര്യത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ആ മുന്നറിയിപ്പൊന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന വ്യക്തമായ സൂചനയാണ് അവരും നൽകുന്നത്. നിലപാട് തിരുത്താൻ ജോസ് കെ മാണിക്കുള്ള അവസാന അവസരമായി രാജ്യസഭാ തെരഞ്ഞെടുപ്പ് എന്നൊരു സാധ്യത UDF ജോസ് കെ മാണിക്ക് മുന്നിൽ വച്ചു എങ്കിൽ കൂടിയും ജോസ് കെ മാണി പക്ഷം ഇന്ന് അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് ശേഷം നടക്കുന്ന വോട്ടെടുപ്പിലും അതോടൊപ്പം തന്നെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കാനാണ് തീരുമാനം. UDF-ലെ ഈ അനൈക്യം സ്വാഭാവികമായും സർക്കാരും സഭയ്ക്കുള്ളിൽ ആയുധമാക്കും. സനീഷ്. ശരി കാർത്തിക്, ഞാൻ തിരിച്ചു വരാം. ഉമേഷ് ബാലകൃഷ്ണൻ കൂടെ അവിടെ നിന്ന് ചേരുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ, ഈ MLA-മാർ ഇത് ഒരു സാധാരണ കാലത്തല്ലല്ലോ ഈ അവിശ്വാസ പ്രമേയ ചർച്ചയും മറ്റുമൊക്കെ നടക്കാൻ വേണ്ടി പോകുന്നത്. അവിശ്വാസ പ്രമേയത്തിനുള്ള നോട്ടീസ് അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ അതിലേക്കൊക്കെ പോകുന്നത് അങ്ങനെ ആയിരിക്കുമല്ലോ. വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു കോവിഡ് കാലത്താണ്. മുമ്പേതെങ്കിലും കാലത്ത് നിയമസഭ ചേരുന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. MLA-മാരുടെ കോവിഡ് പരിശോധന അടക്കം നടത്തിയതിനു ശേഷമല്ലേ അവർ അങ്ങോട്ടേക്ക് നിയമസഭയ്ക്കകത്തേക്ക് പ്രവേശിക്കുക? അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? MLA ഹോസ്റ്റലിൽ ഇപ്പോൾ ആന്റിജൻ പരിശോധന പുരോഗമിക്കുകയാണ്. രാവിലെ 7:30 തന്നെ ആന്റിജൻ പരിശോധന ആരംഭിച്ചു. വിവിധ MLA-മാർ ഇപ്പോൾ MLA ഹോസ്റ്റലിലെത്തിയ MLA-മാർക്ക് ആന്റിജൻ പരിശോധന ഇവിടെ നടത്തും. നേരെ നിയമസഭയിലെത്തുന്ന MLA-മാർക്ക് നിയമസഭയിലും ആന്റിജൻ പരിശോധന നടത്താനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആന്റിജൻ പരിശോധനയുടെ ഫലം വരുന്നതുവരെ MLA-മാർ നിയമസഭയിൽ ഉള്ളിൽ കയറാൻ അനുവദിക്കില്ല. ആന്റിജൻ പരിശോധന ഒരുപക്ഷെ ഏതെങ്കിലും MLA കോവിഡ് പോസിറ്റീവ് ആവുകയാണെങ്കിൽ അവർക്ക് ഈ സമ്മേളനത്തിൽ അവിശ്വാസ പ്രമേയ ചർച്ചയിലടക്കം പങ്കെടുക്കാൻ കഴിയില്ല. പക്ഷേ രാജ്യസഭ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വോട്ട് ചെയ്യാൻ പ്രത്യേക സൗകര്യം, അത്തരത്തിൽ ആർക്കെങ്കിലും കോവിഡ് പോസിറ്റീവായി കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യം ഒരുക്കും. എന്തായാലും നിലവിൽ ആന്റിജൻ പരിശോധന പുരോഗമിക്കുകയാണ്. സനീഷ്. ഉമേഷ്, ഈ പരിശോധന ഫലം ലഭിക്കുകയൊക്കെ വൈകുന്ന സാഹചര്യം ഉണ്ടാകുമോ? 9 മണിക്ക് ആരംഭിക്കേണ്ടതല്ലേ കാര്യങ്ങൾ? അതിനകത്ത് എല്ലാവരുടെയും പരിശോധന പൂർത്തിയാക്കിയിട്ട് അവർക്ക് MLA ഹോസ്റ്റലിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമോ? ഇതിപ്പോൾ അവസാന ഭാഗത്താണോ? എല്ലാവരും കഴിഞ്ഞോ? രാവിലെ 7:30 തന്നെ പരിശോധന ആരംഭിച്ചു. വളരെ പെട്ടെന്ന് തന്നെ സാബ് എടുക്കാൻ 1-ലധികം പേർ ഓരോ യൂണിറ്റായിട്ട് തന്നെ അവിടെ ഉണ്ട്. സാധാരണഗതിയിൽ ഒരു 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെയുള്ള സമയത്തിനിടവേളയിൽ ഈ ആന്റിജൻ പരിശോധനയുടെ ഫലം ലഭിക്കും. സാധാരണഗതിയിൽ ഒരു 9:30 തന്നെ പൂർണ്ണമായി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ആദ്യഘട്ടത്തിൽ അവിശ്വാസ പ്രമേയമല്ല മറ്റു പല അജണ്ടകളും, അതായത് ചർമ്മോപകാരം അടക്കമുള്ള കാര്യങ്ങൾ എടുക്കുന്നത് കൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഒരു അരമണിക്കൂർ വളരെ പ്രാധാന്യമുള്ളതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതുകൂടി കഴിഞ്ഞിട്ട്, അതായത് അവസാന ഘട്ടം ആന്റിജൻ പരിശോധനയ്ക്ക് വിധേയമാകുന്നവർ പോലും അതിന്റെ കൂടി ഫലം വരുന്നവരെ കാത്തിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി ഉമേഷ്, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. BB അരുൺ കൂടെ ചേരുന്നു. അരുൺ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നടക്കാനുള്ളത് രാജ്യസഭാ തെരഞ്ഞെടുപ്പാണ്. ഇക്കാര്യത്തിൽ അവിശ്വാസ പ്രമേയത്തിൽ എന്ന പോലെ ഫലം എന്താകും എന്ന കാര്യത്തിൽ എന്തെങ്കിലും കാത്തിരിക്കേണ്ടുന്ന കാര്യമില്ലാത്ത വിധം നമുക്കറിയാവുന്നതാണ്. അട്ടിമറികളൊന്നും സംഭവിക്കാൻ ഇല്ല. പക്ഷേ അതും ഈ രാഷ്ട്രീയമായിട്ട് പല ഘടകങ്ങൾ കൊണ്ട് പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണത് പ്രധാനപ്പെട്ടതാകുന്നത്? അതിൻ്റെ നടപടിക്രമങ്ങൾ എപ്പോഴാണ്? സനീഷ്, 9 മണിക്ക് രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് ആരംഭിക്കും. നിയമസഭയിൽ പ്രത്യേകം സജ്ജീകരിച്ച ബൂത്തുകൾ ഇതിനുവേണ്ടി ഉണ്ട്. അവിടെ UDF-ന് വേണ്ടി കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ലാൽ വർഗീസ് കൽപ്പകവാടിയും LJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാർ LDF-ന് വേണ്ടി മത്സരിക്കും. 140 MLA-മാരാണ് തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ സഭയിലുള്ളത്. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിക്ക് വോട്ടുണ്ടാകില്ല. തിരഞ്ഞെടുപ്പ് കേസുള്ള KM ഷാജിക്കും കാരാട്ട് റസാക്കിനും വോട്ട് രേഖപ്പെടുത്താനാകില്ല. അങ്ങനെ വരുമ്പോൾ MLA-മാരുടെ എണ്ണം 136 ആകും. ഇതിൽ VS അച്യുതാനന്ദനും CF തോമസും വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നില്ല. അങ്ങനെ 134 MLA-മാർക്കാണ് വോട്ടവകാശമുള്ളത്. 69 ഒന്നാം വോട്ടുകളാണ് ജയിക്കാൻ ആവശ്യം. അങ്ങനെ വരുമ്പോൾ 90 പേരുടെ പിന്തുണ, ഒരാൾ മാറ്റത്തിൽ 89 പേരുടെ പിന്തുണയുള്ള CPM-ന്റെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് വിജയം ഉറപ്പാണ്. പരമാവധി 41 വോട്ടുകളാണ് UDF ലഭിക്കേണ്ടത്. അതിൽ ജോസ് കെ മാണിയും അതുപോലെ തന്നെ P. ജോസഫ് പക്ഷങ്ങൾ തമ്മിലുള്ള തർക്കം കാരണം അങ്ങനെയും
വോട്ടുകൾ കുറവുണ്ടാകും. ഏതായാലും രാഷ്ട്രീയമായ വലിയ പ്രാധാന്യമില്ലെങ്കിൽ കൂടിയും രാജ്യസഭാ തെരഞ്ഞെടുപ്പും 9 മണിക്ക് ആരംഭിക്കും. BJP അംഗം ഒ രാജഗോപാൽ വോട്ടെടുപ്പിൽ പങ്കെടുക്കാനുള്ള സാധ്യതയില്ല. 9 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും. വോട്ടെടുപ്പിനും പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പ്രത്യേക ബൂത്തുകൾ, കണ്ടെയ്ൻമെന്റ് സോണിൽ വരുന്ന MLA-മാർക്ക് പ്രത്യേക ബൂത്തുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആന്റിജൻ ടെസ്റ്റിൽ പോസിറ്റീവ് ആകുന്ന MLA-മാർ ഉണ്ടെങ്കിൽ അവർക്കും വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കാനാണ് നിയമസഭാ സെക്രട്ടേറിയറ്റ് ആലോചിക്കുന്നത്. ഒരു സമയം ഒരാൾ മാത്രമേ പോളിംഗ് ബൂത്തിൽ ഉണ്ടാകൂ. ഒരു MLA ഒപ്പിടുന്ന പേന മറ്റൊരാൾക്ക് നൽകില്ല. അങ്ങനെ പ്രത്യേക ക്രമീകരണങ്ങൾ വോട്ടെടുപ്പിന്റെ ഭാഗമായും ഒരുക്കിയിട്ടുണ്ട്. 9 മണിയോടുകൂടി വോട്ടെടുപ്പ് ആരംഭിക്കും. നേരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി MV ശ്രേയാംസ് കുമാർ നിയമസഭയിൽ എത്തിക്കഴിഞ്ഞു. അതിനോട് ഇവിടെ 9 മണിക്ക് ആരംഭിക്കുമ്പോൾ ഈ നമ്മുടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ആ പ്രക്രിയ പൂർത്തിയായതിനു ശേഷമായിരിക്കും അവിശ്വാസ പ്രമേയ ചർച്ചകളിലേക്കൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോവുക അല്ലേ? അല്ല, അങ്ങനെയല്ല. സഭാ നടപടികൾ പുരോഗമിക്കും. അതിനിടയിലാകും വോട്ടെടുപ്പ് നടക്കുക. സാധാരണഗതിയിലും ഇത്തരത്തിലാണ് വോട്ടെടുപ്പ്, സഭയിൽ രാജ്യസഭാ വോട്ടെടുപ്പ് നടക്കുക. സഭ പുരോഗമിക്കും. അതിനിടയിൽ ഇടവേളകളിൽ MLA-മാർ വോട്ട് ചെയ്ത് തിരിച്ച് സഭയ്ക്കുള്ളിലേക്ക് വരും, സഭാ നടപടികളിൽ പങ്കെടുക്കുകയും ചെയ്യും. അതാണ് സാധാരണ നടപടിക്രമം. ഇന്നും അത്തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ കോവിഡ് സാഹചര്യം ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയത് മാത്രമാണുള്ളത്. MLA-മാർക്ക് സഭയ്ക്കുള്ളിലും ആന്റിജൻ ടെസ്റ്റിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സഭാ കവാടത്തിൽ സഭയ്ക്കുള്ളിൽ കയറുന്നിടത്ത് പ്രത്യേക സൗകര്യം, പ്രതിപക്ഷ നേതാവ് അടക്കം നേരത്തെ അവിടെ പോയിരുന്നു. MLA-മാർ പലരും ഇവിടെയും ആന്റിജൻ ടെസ്റ്റ് നടത്തുന്നുണ്ട്. അതിനുശേഷമാകും MLA-മാർ സഭയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുക. ഷീൽഡ് അടക്കമുള്ള മാസ്കും കയ്യേറയും അടക്കമുള്ള ക്രമീകരണങ്ങളും MLA-മാർക്ക് സഭാ ഹാളിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുക്കിയിട്ടുണ്ട്. ആന്റിജൻ ടെസ്റ്റിന് ശേഷമാകും MLA-മാർ സഭാ നടപടികളിൽ. ശരി, നന്ദി അരുൺ. വിവരങ്ങൾക്ക് ഞാൻ ആവശ്യമാകുന്ന മുറയ്ക്ക് വീണ്ടും റിപ്പോർട്ടർമാരിലേക്ക് എല്ലാവരിലേക്കും തിരിച്ചെത്തിക്കൊള്ളാം. അവിടെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാര്യങ്ങളാണ് നടക്കേണ്ടത്. ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പും അവിശ്വാസ പ്രമേയം പോലുള്ള സഭയിലെ പ്രധാനപ്പെട്ട നടപടികളും സമാന്തരമായി തന്നെയാണ് നടക്കുക. ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് അവിടെ സഭാ നടപടികൾ മറ്റുള്ളവ പുരോഗമിക്കുമ്പോൾ തന്നെയും ഓരോ MLA-മാരായിട്ട് പോയിട്ട് വോട്ട് ചെയ്ത് വരിക എന്നതാണ് ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് ഈ ദിവസം മാത്രമേ ഉള്ളൂ മുന്നിൽ സഭാ നടപടികൾ പൂർത്തിയാകാൻ. അതിനുള്ള സമയം മറ്റ് വിധത്തിൽ വിനിയോഗിക്കപ്പെടുകയില്ല. അവിശ്വാസ പ്രമേയത്തിലേക്ക് തന്നെയും രാഷ്ട്രീയമായിട്ടും സാങ്കേതികമായിട്ടും കേന്ദ്രീകരിച്ച് നിൽക്കുന്ന സാഹചര്യമാണ് നിയമസഭയിൽ നിന്നുണ്ടാവുക. നമുക്കൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ A. സജീവൻ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ സജീവൻ, ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ അവിശ്വാസ പ്രമേയം കൊണ്ട് സർക്കാരിന് എന്തെങ്കിലും വല്ലാത്ത തോതിൽ ക്ഷീണം തട്ടുക സാങ്കേതികമായിട്ട് എന്നത് നിശ്ചയമായിട്ടുമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. 4.5 വർഷം പൂർത്തിയായ ഒരു സർക്കാരാണ്. കുറഞ്ഞ കാലം മാത്രമേ ബാക്കിയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ കൈവശം കിട്ടിയിട്ടുണ്ട് എന്ന നിലയുണ്ട്. പൊതുവിൽ പ്രതിപക്ഷത്തിന് ആ ഒരു ആവേശവുമുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ അവിശ്വാസ പ്രമേയ ചർച്ചകളിലേക്കൊക്കെ പോയത്. ഇത് ആത്യന്തികമായിട്ട് ഈ ദിവസം പൂർത്തിയാകുമ്പോൾ പ്രതിപക്ഷം അവരുടെ രാഷ്ട്രീയം സ്ഥാപിച്ചു എന്ന ഒരു സാഹചര്യമാണോ നമ്മൾ കാണുക? പ്രതിപക്ഷം കഴിഞ്ഞ ഈ നിയമസഭാ സമ്മേളനത്തിൽ മാത്രമല്ല, കഴിഞ്ഞ കുറെ ദിവസമായിട്ട് പ്രതിപക്ഷം വളരെ ശക്തമായിട്ടുള്ള രൂപത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് പക്ഷേ എങ്ങനെ നേരിടും? ഇപ്പം പ്രതിപക്ഷം ഇപ്പോൾ ഈ നിയമസഭാ സമ്മേളനം ഇപ്പം നടന്നാലും ഇല്ലെങ്കിലും ഒക്കെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങൾ അവർ തുടർച്ചയായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ സർക്കാർ നേരിടുന്നത് എങ്ങനെയെന്നുള്ളത് മാത്രമാണ് ഇതിലെ പ്രശ്നം. ഇവിടെ ഈ നിയമസഭാ സമ്മേളനത്തിൽ എന്തെങ്കിലും അത്ഭുതം, രാജ്യസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ അത്ഭുതം ഉണ്ടാവില്ല. ഇവിടെ ഈ പ്രമേയം പരാജയപ്പെടുന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പ്രതിപക്ഷത്തെ എല്ലാ ആളുകളും സാധാരണ ജനങ്ങൾക്കും അറിയാം എത്ര വോട്ടിന് പരാജയപ്പെടുന്നുള്ള കാര്യം. അപ്പൊ അതിലൊരു സംശയമില്ല. പിന്നീട് നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ചർച്ച 5 മണിക്കൂർ തുടരുന്ന ഈ ചർച്ചയ്ക്കിടയിൽ എങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്നു. വെറുതെ 5 മണിക്കൂർ നേരം കിട്ടുന്ന സമയം ഓരോരുത്തരും പറയുക എന്നതിനപ്പുറത്ത് ഈ 5 മണിക്കൂറും കേരളത്തിലെ നല്ലൊരു ശതമാനം ആളുകളും രാഷ്ട്രീയ താല്പര്യമുള്ള മിക്ക ആളുകൾ 100% ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കും. ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരൊക്കെ വോട്ടർമാരാണ്. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യേണ്ട ആളുകളാണ്. അപ്പൊ ആ ആളുകളെ കൺവിൻസ് ചെയ്യിക്കാവുന്ന രൂപത്തിൽ, അവർക്ക് വിശ്വാസം തോന്നുന്ന രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കണം. അതിന് പ്രതിപക്ഷത്തിന് കഴിയുന്നുണ്ടോ, ഭരണപക്ഷത്തിന് കഴിയുന്നുണ്ടോ ഉള്ളതാണ് പ്രശ്നം. ഇപ്പൊ നമ്മൾ സഭയ്ക്ക് പുറത്തുനിന്ന് ഇതുവരെ നടന്നുള്ള കാര്യങ്ങൾ, ഇന്നലെ വരെ നടന്നുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നോക്കിയാൽ പലപ്പോഴും ഒറ്റക്കെട്ടായിട്ട് ഇതിനെ നേരിടാൻ ഒരു വേണമെങ്കിൽ ജോസ് കെ മാണിയെ മാത്രം മാറ്റിവെച്ചു, ജോസ് കെ മാണി പക്ഷത്തെ മാത്രം മാറ്റിവെച്ചുകൊണ്ട് നോക്കിയാൽ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അവർ കൃത്യമായ അജണ്ടയോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതേ സമയത്ത് ഭരണപക്ഷത്തിന് വലിയ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അവർ നേരിടുന്നത് ഏത് നിലപാടെടുത്താലും തിരക്കില്ല, പക്ഷെ നേരിടുന്നത് ഒറ്റക്കെട്ടായിട്ട് വേണം.
ഒരു മുന്നണി എന്ന നിലയിൽ അതിന്റെ പരാജയം നോക്കാം. നമുക്ക് ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്ത്, ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ള തിരുവനന്തപുരം വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, ഇതിലൊക്കെ ഈ മുന്നണിയിലെ എത്ര പാർട്ടിയുടെ നേതാക്കന്മാർ ഇതിൽ സജീവമായിട്ട് മുന്നണിക്ക് വേണ്ടിയിട്ടും സർക്കാരിന് വേണ്ടിയും നിലകൊണ്ടു എന്നുള്ള കാര്യം നമുക്ക് ചിന്തിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. ആകെയുള്ളത് ഇതിനെതിരെ ശക്തമായ രംഗത്ത് വരുന്നത് CPM നേതാക്കന്മാർ മാത്രമാണ്. കോടിയേരി മുതൽ താഴോട്ടേക്ക് ഉള്ള CPM നേതാക്കന്മാരും മുഖ്യമന്ത്രി മുതൽ ഉള്ള എല്ലാ മന്ത്രിമാരും, അവരല്ലാതെ വേറെ ആരും കാര്യമായിട്ടില്ല. ഇനി ഈ ഭരണപക്ഷത്തിന് ദോഷം ചെയ്യുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഭരണപക്ഷത്ത് തന്നെ ചില ആളുകളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഈ അതിന്റെ നേതാക്കൾ അതിന്റെ പാർട്ടി ഓർഗനുകളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പത്രത്തിന്റെ ഭാഗത്തൊക്കെ ഉണ്ടാവുന്ന അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ജനയുഗത്തിൽ കണ്ടത്. സർക്കാരിനെ കുറെ കൂടി വെട്ടിലാക്കുന്ന രൂപത്തിലുള്ള വാർത്തകളുമായിട്ട് അവർ രംഗത്ത് വരുന്നു. ഒരുപക്ഷെ പ്രതിപക്ഷത്തെ അനുകൂലിക്കുന്ന ഏതെങ്കിലും മാധ്യമങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ ശക്തമായിട്ടുള്ള പ്രഹരമാണ് അത് ഏൽപ്പിക്കുന്നത്. ഇത്തരം കാര്യങ്ങളുണ്ട്. ഇനി മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ, ഇതിനുവേണ്ടി പ്രതികരിക്കുന്ന ആളുകൾ അവർ ഏകസ്വരത്തിലാണോ എന്നുള്ള ചോദ്യമുണ്ട്. അതാണ് ഉണ്ടാവുന്നില്ല. ഇപ്പം ഓരോ മന്ത്രിമാരും ഓരോ രീതിയിലാണ്. ശിവശങ്കരനെ കുറിച്ച് പറയുകയാണെങ്കിലും, തിരുവനന്തപുരം വിമാനത്താവളത്തെ കുറിച്ച് പറയുകയാണെങ്കിലും, ഈ വടക്കാഞ്ചേരിയിലെ ഈ ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ നിർമ്മാണത്തെ കുറിച്ച് പറയുകയാണ്. ഇതൊക്കെ പറയുമ്പോഴും ഒറ്റ സ്വരത്തിലല്ല പറയുന്നത്. പിന്നീട് പ്രകോപിതരായിട്ടുള്ള പെരുമാറ്റം. ഇന്ന് പോലും ഞാൻ പങ്കെടുത്ത ചർച്ചയിൽ രണ്ടുപേരുടെ പ്രതികരണങ്ങൾ ഇതേ കാര്യം കണ്ടു. ഒന്നൊരു പ്രകോപനമാണ്, നിയമസഭയിൽ പറയേണ്ട കാര്യങ്ങൾ ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞോളാം എന്ന്. അതല്ല വേണ്ടത്. ഈ ചോദ്യം ചോദിക്കുന്ന ആങ്കർ ആണെങ്കിലും റിപ്പോർട്ടർ ആണെങ്കിലും ഒക്കെ അവർ ചോദിക്കുമ്പോൾ ചോദ്യത്തിനുള്ള മറുപടി കൊടുക്കുക എന്ന് പറയുന്നത് അവർക്കുള്ള മറുപടിയല്ല. ഇത് ജനങ്ങളാണ്, വോട്ട് ചെയ്യുന്ന ആളുകൾ, പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കണം. അവരെ കൺവിൻസ് ചെയ്യുന്ന രൂപത്തിൽ പറയണമെന്നുള്ള നിലപാട് വേണം. ഇതാണ് കൃത്യമായിട്ട് വേണ്ടത്. ഇതിനിപ്പോ നിയമസഭയിൽ നടക്കുന്ന അവിശ്വാസ പ്രമേയ സംഗതികൾ സഭയ്ക്കകത്തേക്ക് വരുമ്പോൾ അവർക്ക് അതിനുള്ളൊരു അവസരം കിട്ടുക കൂടെയല്ലേ ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന നിയമസഭ പോലെ സാങ്കേതികമായിട്ട് കാര്യങ്ങൾ നടക്കേണ്ടുന്ന ഇടത്ത് നിന്ന് ഒരുപക്ഷെ നമ്മൾ ഇതുവരെ കേൾക്കാത്ത തെളിവുകൾ, കേൾക്കാത്ത ചില വിവരങ്ങൾ രണ്ട് ഭാഗത്തു നിന്നും അവതരിപ്പിക്കപ്പെട്ടേക്കാം എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. ശ്രീ VD സതീശനെ പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ അതുപോലുള്ള ഇക്കാര്യങ്ങളിൽ നല്ല ധാരണയുള്ള സാമാജികർ ഭരണപക്ഷത്തിന് വേണ്ടി കാര്യങ്ങൾ അവതരിപ്പിക്കും. അദ്ദേഹം തന്നെയാണ് ഈ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത്. ഒറ്റവരിയിലാണെങ്കിലും വിശദമായിട്ടുള്ള സംസാരം ഉണ്ടാകുമല്ലോ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന്. ഇപ്പുറത്താണെങ്കിൽ ഈ യുവ MLA-മാരടക്കമുള്ള ആളുകൾ ഈ കഴിഞ്ഞ ടെലിവിഷൻ ചർച്ചകളിൽ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതായത് മുൻകാലങ്ങളിൽ ഒരുപക്ഷേ ഈ SNC ലാവ്ലിൻ പോലുള്ള വലിയ വിവാദങ്ങൾ വന്ന കാലത്തോ അല്ലെങ്കിൽ VS അച്യുതാനന്ദ സർക്കാരിൻ്റെ കാലത്തോ ഒക്കെ ഒറ്റക്കെട്ടായി നിന്ന് സംസാരിക്കുക എന്നത് CPM-കാർക്ക് അത്രക്ക് സാധ്യമല്ലാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. അവരോട് ക്രോസ് ചോദ്യങ്ങൾ, അവരെ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങൾ, നിങ്ങളുടെ സർക്കാരിലെ നേതാക്കൾ തന്നെ, നിങ്ങളുടെ നേതാക്കൾ തന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന ചോദ്യങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഇവിടെ പക്ഷേ CPM-നെങ്കിലും താങ്കൾ പറഞ്ഞ കാര്യം ശരിയാണ്, ആ ഘടകകക്ഷികളും മറ്റുമൊക്കെ എത്രക്ക് ഇറങ്ങി എന്ന കാര്യം പ്രധാനപ്പെട്ടതാണ്. പക്ഷേ CPM-നെങ്കിലും ഒറ്റക്കെട്ടായി സംസാരിക്കാനുള്ള ഒരു അവസരം ഈ പറയുന്ന ടെലിവിഷൻ ചർച്ചകളിലൊക്കെ വന്നുവല്ലോ. അത് കുറെ കൂടെ സംഘടിതമായിട്ട് നിയമസഭയ്ക്കകത്ത് കുറെ കൂടെ കാര്യങ്ങൾ പഠിച്ചവതരിപ്പിക്കുക എന്ന സാഹചര്യം ഉണ്ടാവുകയില്ലേ? അതായിരിക്കുമോ ഒരുപക്ഷെ ടെലിവിഷൻ ചർച്ചകളിൽ പ്രകോപിതരാകുന്ന ആളുകൾ പോലും കാത്തിരിക്കുന്നുണ്ടാവുക? തീർച്ചയായിട്ടും ഇതൊരു അവസരമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രതിപക്ഷത്തിനൊരു അവസരമാണ്. അതേപോലെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ, കാരണം ഈ 5 മണിക്കൂർ ചർച്ച എന്ന് പറയുന്നത് കൂടുതൽ സമയം കിട്ടുന്നത് ഭരണപക്ഷത്തിനാണ്. സ്വാഭാവികമായിട്ടും ഇത് ഭരണപക്ഷത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണ്. ഇത് ജനങ്ങൾ ഇത് ഒരേ സമയത്ത് രണ്ട് പേരും പറയുന്ന അല്ലെങ്കിൽ രണ്ട് വിഭാഗവും പറയുന്നത് കൃത്യമായിട്ട് ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന, അപ്പൊ അവരെ കൺവിൻസ് ചെയ്യിക്കാൻ കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണ്. ഞാൻ പറഞ്ഞത് ഇതിനെ തന്ത്രപരമായിട്ട് നേരിടുക എന്നുള്ളത്. ഇപ്പം അത് ഈ സാധാരണഗതിയിൽ സഭയിലാണെങ്കിലും സഭയ്ക്ക് പുറത്താണെങ്കിലും ചെയ്യേണ്ട കാര്യം ഇതാണ്. വളരെ കൃത്യമായിട്ട് ഞാൻ ഈ ഭരണപക്ഷത്ത് CPM നേതാക്കന്മാർക്ക് പോലും പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞത്, ഞാൻ ഒറ്റ കാര്യം, ഇപ്പൊ ഇതില് വ്യവസായ വകുപ്പ് മന്ത്രിയും പാർട്ടി സെക്രട്ടറിയും കഴിഞ്ഞ ദിവസം പറഞ്ഞുള്ള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദാനിയുടെ ബന്ധുവിന്റെ നിയമകാര്യ സ്ഥാപനവുമായിട്ട് ഉള്ള ബന്ധത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അങ്ങനെ ഒരു മറുപടി കൊടുക്കാൻ പാടില്ല. അതാണ് ഞാൻ പറയുന്നത്, കൺവിൻസിംഗ് ആയിട്ടുള്ള മറുപടി കൊടുക്കണം. അതിന് പറ്റിയ യുവ നേതാക്കന്മാരെ തന്നെ നിർത്തണം, അല്ലെങ്കിൽ പരിണിതപ്രജ്ഞരായിട്ടുള്ള നേതാക്കന്മാരെ നിർത്തണം. ഞാൻ ഇതിൽ കാണുന്നത് പ്രതിപക്ഷത്ത് ഈ പ്രമേയം കൊണ്ടുവരുന്ന പ്രതിപക്ഷ നേതാവല്ല, വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാക്കന്മാരുമല്ല. VD സതീശനെ പോലെ കാര്യങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന, അദ്ദേഹം പ്രമേയം ഒറ്റ വരിയിലാണെങ്കിൽ പോലും പിന്നീട് ഇത് കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന ആളുകളാണ്. മനസ്സിലാക്കിയെടുത്തോളം
ഷാഫി പറമ്പിലിനെ പോലെയും ശബരിനാഥിനെ പോലെയൊക്കെ കാര്യങ്ങൾ വിശദമായി പഠിക്കാൻ കഴിയുന്ന, അത് പഠിച്ചവതരിപ്പിക്കാൻ പറ്റുന്ന, അതിൽ യുക്തിബോധത്തോടുകൂടി അവതരിപ്പിക്കാൻ പറ്റുന്ന നേതാക്കൾ പണ്ട് കാലത്ത് നമ്മൾ നിയമസഭയിൽ കണ്ടിരുന്നത് അങ്ങനെയല്ല. വളരെ ഒരു അരമണിക്കൂർ നേരം നിർത്താതെ ഘോരഘോരം പ്രസംഗിക്കുന്ന ആളുകളാണ്. ഇത് കൺവിൻസിങ് ആവണമെന്നില്ല. ഇതേ തന്ത്രം ഭരണപക്ഷവും എടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. എടുത്താൽ അവർക്ക് ഇതിലൊക്കെ മറുപടി പറയേണ്ട ആളുകൾക്കാണ് കുറെ കൂടി പ്രശ്നമുള്ളത്. അവരെ പറയുന്ന മറുപടിയിലാണ് പ്രധാനമായിട്ടും കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പൊ അത് ഇവിടെ സർക്കാരിന് വേണ്ടി, സർക്കാരിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി പറയുന്ന ആളുകൾ ഓരോ വാക്കും ഓരോ വരിയും കൃത്യമായി പറയണം. ആ പറയുന്ന വാക്ക് ഒരു വാക്കിൽ പോലും പിഴയ്ക്കാതെ അത് സർക്കാരിനെ രക്ഷിക്കാനുള്ളതാണ്, സർക്കാരിനെ സഹായിക്കാനുള്ളതാണ് എന്ന് ഉറപ്പുവരുത്തണം. അപ്പൊ അങ്ങനെ രീതിയിലേക്ക് പോവുകയാണ് വേണ്ടത്. അല്ലാതെ കിട്ടിയ സമയം കൊണ്ട് എന്തെങ്കിലും പൂർത്തിയാക്കി പോവുകയല്ല ചെയ്യേണ്ടത്. ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീ സജീവൻ താങ്കളിലേക്ക്. അല്പസമയത്തിനകം നിയമസഭാ നടപടികൾ അവിടെ ആരംഭിക്കും. 9 മണിക്ക് എല്ലാവരും അതിനകത്ത് എത്തുകയും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആദ്യത്തെ 1 മണിക്കൂർ മറ്റ് കാര്യങ്ങളുണ്ട്. ഈ ചില ബില്ലുകൾ അവതരിപ്പിക്കുന്ന പോലുള്ള കാര്യങ്ങൾ, അതിൻ്റെ സാങ്കേതികമായുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. 10 മണി തൊട്ട് ഈ അവിശ്വാസ പ്രമേയ നടപടികളിലേക്ക് കടക്കും എന്നാണ് നമ്മുടെ മുന്നിലുള്ള വിവരം. അത് അങ്ങനെ തന്നെ ആ സമയത്ത് തന്നെ ആരംഭിച്ചേക്കാം. ഒരുപക്ഷെ അവസാനിക്കുന്നത് ഈ പറയുന്ന പോലെ സമയത്ത് കൃത്യമായിട്ട് അവസാനിക്കുകയില്ല എന്ന് വന്നാലും, സമയം നീണ്ടുപോകാം എന്ന് വന്നാലും, തുടങ്ങുന്നത് ഏതാണ്ട് ആലോചിച്ചുറപ്പിച്ച സമയത്ത് തന്നെ ആകാനാണ് സാധ്യത. എന്തുകൊണ്ടെന്നാൽ മറ്റ് സാങ്കേതിക നടപടിക്രമങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് നിയമസഭാ സമ്മേളനം ചേരുന്നത് രാഷ്ട്രീയമായിട്ട് അവിശ്വാസ പ്രമേയത്തിന്മേൽ എന്ത് നടക്കുന്നു എന്ന ആ കാര്യം പരിശോധിക്കാൻ തന്നെയാണ്. അതൊരു രാഷ്ട്രീയ പ്രചാരണ സമയമാണ്. മറ്റ് ഏതെങ്കിലും സമയം എന്നതുപോലെ സാങ്കേതികമായിട്ട് കാര്യങ്ങളെ പരിഹരിച്ച് നിയമനിർമ്മാണമൊക്കെ നടത്തി പോകാനുള്ള ഒരു ദിവസമല്ല ഇത്. 4.5 വർഷമാണ് അടുത്ത കാലത്ത് തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അതിലേറെയോ വിഷയങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ കൈവശം ഭരണപക്ഷത്തിനെതിരെ ആയുധമായിട്ടുണ്ട്. അതുകൊണ്ട് അതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന 5 മണിക്കൂറാണ്. അതായത് നിശ്ചയിച്ചിരിക്കുന്നത് 5 മണിക്കൂർ ചർച്ച നടത്താം എന്നാണ്. ആരൊക്കെയാണ് ഇരുപക്ഷത്തിനും വേണ്ടി സംസാരിക്കുക എന്ന കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഉറപ്പ് ഇപ്പോഴുണ്ടായിട്ടില്ല. പക്ഷേ ഊഹിക്കാവുന്നതേ ഉള്ളൂ. വി.ഡി. സതീശനാണ് ഒറ്റവരി പ്രമേയം സഭയ്ക്ക് മുമ്പാകെ അവതരിപ്പിക്കുക. അതിന്മേലാണ് ഇരുപക്ഷവും അവരവരുടെ ചർച്ചകളിലേക്ക് കടക്കുക. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞതുപോലെ ഭരണപക്ഷത്ത് നിന്ന് ഷാഫി പറമ്പിലിനെ പോലുള്ള ചെറുപ്പക്കാരും മുതിർന്ന ആളുകളുടെയും നിരയുണ്ടാകും. നിശ്ചയമായിട്ടും ഭരണപക്ഷത്ത് നിന്ന് എം സ്വരാജിനെ പോലുള്ള ചെറുപ്പക്കാരും വളരെ പ്രധാനപ്പെട്ട മറ്റ് മുതിർന്ന നേതാക്കളും സംസാരിക്കാനിടയുണ്ട് എന്ന കാര്യമാണ് നമുക്കറിയാനുള്ളത്. നിശ്ചയമായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിഗൗരവതരമായിട്ടുള്ള രാഷ്ട്രീയ ചർച്ച അവിടെ അവിശ്വാസ പ്രമേയത്തിൻ്റെ ഭാഗമായി നടക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. വെറുമൊരു രാഷ്ട്രീയ ചർച്ച ആയിരിക്കുകയുമില്ല. അത് സമീപകാലത്ത് വന്ന ലൈഫ് മിഷൻ, സ്വർണ്ണക്കടത്ത് പോലുള്ള വിഷയങ്ങളിലെ നമ്മൾ ഇതുവരെ അറിയാത്ത വിവരങ്ങൾ കൂടെ ചേരുന്ന ഒരു ചർച്ചയായിരിക്കും സ്വാഭാവികമായിട്ടും അവിടെ നടക്കുക. വളരെ പെട്ടെന്ന് അതിലേക്ക് വരാം. നമ്മുടെ റിപ്പോർട്ടർമാരെല്ലാം അവിടെയുണ്ട്. അവരിലേക്ക് തന്നെ വരാം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുകയാണ്. ലൈഫ് മിഷൻ പദ്ധതിയിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാൻ സാധ്യത. നിയമസഭയിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കുമെന്നാണ് സൂചന ലഭിച്ചിരിക്കുന്നത്. വി അരുൺ ചേരുന്നു. അരുൺ, ഈ അവിശ്വാസ പ്രമേയ ചർച്ചകൾക്കൊടുവിൽ ആ പ്രഖ്യാപനത്തിലേക്ക് കൂടെ കാര്യങ്ങൾ പോകുമെന്നാണോ അറിയേണ്ടത്? സതീഷ്, എടുത്തിട്ടുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് അവിശ്വാസ പ്രമേയ ചർച്ചയുടെ മറുപടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനം പ്രഖ്യാപിച്ചേക്കും. മറ്റൊന്ന്, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് വ്യക്തിപരമായി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുകയാണെങ്കിൽ മന്ത്രി AC മൊയ്തീനും മറുപടി പറയാനിടയുണ്ട്. ഇതിലേതെങ്കിലും ഒന്നിൽ അവിശ്വാസ ഈ അന്വേഷണത്തെ കാര്യം പ്രഖ്യാപിക്കാനാണ് സാധ്യത. വിജിലൻസ് അന്വേഷണത്തിനുള്ള നിയമസാധ്യത സർക്കാർ തേടിയിരുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് അന്വേഷണം വേണമെന്ന നിലപാട് സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. വൈകാതെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കും. അത് സഭയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, നന്ദി അരുൺ വിവരങ്ങൾക്ക്. ഇന്ന് അപ്പോൾ അതുകൂടെ നമ്മൾ പ്രതീക്ഷിക്കണമെന്നാണ്. ലൈഫ് മിഷൻ പദ്ധതിയിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങളിൽ ഇങ്ങനെയൊരു നിലപാട് കൂടെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കാനിടയുണ്ട്. വിജിലൻസ് അന്വേഷണം വരട്ടെ എന്ന നിലപാടായിരിക്കും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുക. അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് അരുൺ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് ഒരുപക്ഷെ മന്ത്രി AC മൊയ്തീൻ അവിടെ വെച്ച് സഭയിൽ ഇത് പ്രഖ്യാപിച്ചേക്കും. സർക്കാരിന് അവിശ്വാസത്തെ ഭയമില്ല എന്ന് നേരത്തെ മന്ത്രി EP ജയരാജൻ പറഞ്ഞു. പ്രതിപക്ഷം പരിഹാസ്യരാകരുത് എന്നും അദ്ദേഹം ഇന്ന് രാവിലെ പറഞ്ഞു. സാധാരണ ഒരു ലീഗൽ കൺസൾട്ടൻസി, അവർ ഏറ്റവും നല്ല ലീഗൽ കൺസൾട്ടൻസി, അവരെയാണ് ഇതിന്റെ കൺസൾട്ടൻറ്റ്. കേരള ഗവൺമെന്റ് അദാനിക്കെതിരായിട്ടുള്ള ഈ കേസിൽ കൺസൾട്ടൻസിയെ നിശ്ചയിക്കുന്നത്. സ്വാഭാവികമായും അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ ആ കൺസൾട്ടൻസി അദാനിയുമായിട്ട് ഒരു ഫാമിലി റിലേഷൻസ് ഉണ്ടെങ്കിൽ, ഞങ്ങൾക്ക് ഫാമിലി റിലേഷൻസ് ഉണ്ട്, അതുകൊണ്ട് ഈ വക്കാലത്ത് ഈ കേസ് ഈ നിയമോപദേശം തരാൻ പ്രയാസമാണ് എന്ന് സാധാരണ ഒരു ഇന്നത്തെ നിയമവ്യവസ്ഥയിൽ പറയുന്നതാണ്.
അത്തരത്തിൽ ഒരു കാര്യങ്ങൾ പറഞ്ഞില്ലെന്ന് മാത്രമല്ല ഞങ്ങൾ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നാണ് അവരുടെ മെസ്സേജ്. എന്തായാലും അവിശ്വാസം രാഷ്ട്രീയമായി പരാജയപ്പെടുമെന്ന് തന്നെയാണ്. ദയനീയമായി പരാജയപ്പെടും. ഈ UDF എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. അവരെ കൈവശം ഒന്നുമില്ല, എന്തെങ്കിലും തെറി പറയുക. ഇതിന്റെ അവസാനം വരെ അവരിയ്ക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ മുമ്പിൽ ഉള്ളൊരു പ്രശ്നം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ മുമ്പിൽ ഒരു വിഷയം വന്നു, ഞങ്ങളത് പരിശോധിച്ചു. ആ പരിശോധനയുടെ കാര്യം നിങ്ങളോട് ഞങ്ങൾ ഹൃദയം തുറന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. രാഷ്ട്രീയമായിട്ട് മുറുകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് എന്ന കാര്യത്തിൽ ഇതിനകം തന്നെ നമുക്കറിയാം. അവിശ്വാസ പ്രമേയമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുമായി ബന്ധപ്പെട്ട് അവിടെ നിയമസഭയ്ക്കകത്ത് അതിനിശ്ചിതമായുള്ള രാഷ്ട്രീയ വിമർശനങ്ങളും വിശദീകരണങ്ങളും ആ ഭാഗത്തുനിന്ന് വരേണ്ടതാണ്. ശ്രീ EP ജയരാജൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇക്കാര്യത്തിൽ നമുക്ക് ഭയപ്പെടാനൊന്നുമില്ല എന്ന നിലപാടാണ് അവർ ഭരണപക്ഷം സ്വീകരിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയമായിട്ട് പ്രധാനപ്പെട്ട മണിക്കൂറുകളായിട്ട് ഈ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട മണിക്കൂറുകളെ നിയമസഭയിൽ ഉപയോഗിക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ നീക്കം. ഏറ്റവും പ്രധാനപ്പെട്ട പുതിയൊരു വിവരം കൂടെ നമ്മുടെ മുന്നിലുണ്ട്. അതായത് PT തോമസിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിജിലൻസ് അന്വേഷണത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നൊരു വിവരം ഉണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ നൽകേണ്ടതാണ്. അതിലേക്ക് വന്നുകൊള്ളാം. PT തോമസ് ഈ ഭരണപക്ഷത്തെ നല്ല തോതിൽ എന്ന് വെച്ചാൽ ഒരുപക്ഷെ ഒരു പരിധി കടന്ന് എന്ന് തന്നെ പറയാവുന്ന വിധത്തിൽ വിമർശിക്കുന്ന പ്രതിപക്ഷ MLA ആണ്. അദ്ദേഹം ഈ മുഖ്യമന്ത്രിയുടെ മകളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചില തെളിവൊന്നുമില്ലാത്ത ചില ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുകയും മറ്റുമൊക്കെ ചെയ്താണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എതിരെയുള്ള നടപടിക്ക് ആ നിലക്കുള്ളൊരു രാഷ്ട്രീയ നിറമുണ്ടോ എന്ന കാര്യം കൂടെ വരും മണിക്കൂറുകളിൽ ചർച്ച ആകാനുള്ള സാധ്യതയുണ്ട്. ഈ പുറമ്പോക്ക് തോട് നികത്തിയ കേസിലാണ് അന്വേഷണം എന്നുകൂടെ കാണുന്നുണ്ട്. VS അനു വിശദാംശങ്ങളുമായി ചേരുന്നു. അനു, എന്ത് കേസാണിത്? എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഘട്ടത്തിലൊരു നടപടി? സനീഷ്, ഈ പുറമ്പോക്കിലെ തോട് നികത്തിയ കേസിലാണ് ഇപ്പോൾ PT തോമസ് MLA-ക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. മൂവാറ്റുപുഴ വിജിലൻസ് കോടതി നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കാൻ ഉത്തരവ് നൽകിയിരുന്നു. എന്നാൽ ജനപ്രതിനിധികൾക്കെതിരെ കേസെടുക്കുന്നതിന് ഇപ്പോൾ സർക്കാരിന്റെ അനുമതി വേണം എന്ന ഭേദഗതി വന്നിരുന്നു. ഇതേ തുടർന്നാണ് സർക്കാരിന്റെ അനുമതി തേടിയിരുന്നത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർക്ക് സർക്കാർ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. എറണാകുളത്തെ 57-ാം വാർഡിലെ പുറമ്പോക്ക് തോടാണ് നികത്തിയത്. തോട് നികത്തി കളിസ്ഥലവും പാർക്കും നിർമ്മിക്കാനായിരുന്നു തീരുമാനം. ഇത് PT തോമസ് MLA അടക്കമുള്ള കമ്മിറ്റിയാണ് ഇതിനുവേണ്ടി തീരുമാനമെടുത്തത്. ഈ തീരുമാനമെടുത്തതിൽ അഴിമതിയുണ്ട് എന്നുള്ള പരാതി തുടർന്നായിരുന്നു വിജിലൻസ് കേസെടുക്കാൻ സർക്കാരിന്റെ അനുമതി തേടിയത്. ഇതിനാണ് ഇപ്പോൾ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. ഇവിടെ സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ അതിശക്തമായിട്ട് വിമർശനങ്ങളുമായിട്ട് വാർത്താ സമ്മേളനങ്ങളൊക്കെ നടത്തിയ ആളാണല്ലോ PT തോമസ്. അദ്ദേഹം വളരെ മുന്നിൽ തന്നെയുണ്ട് ആദ്യഘട്ടം മുതൽ. ഏതാണ്ട് കോവിഡ് കാലത്തിൻ്റെ തുടക്കത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ നാളുകൾ പിന്തിരിഞ്ഞു നിന്ന സമയത്ത് പോലും PT തോമസ് വാർത്താ സമ്മേളനം നടത്തി മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ വിമർശനം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സ്വാഭാവികമായിട്ടും ഇത് പ്രതിപക്ഷത്തെ ആളുകൾ സംശയിക്കുകയില്ലേ ഇതൊരു പ്രതികാര നടപടിയോ മറ്റോ ആണെന്ന്? അങ്ങനെ സംശയിക്കാവുന്ന സാഹചര്യമുണ്ടോ? അല്ല ഇത് നേരത്തെ തന്നെ വരുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സാങ്കേതികമായിട്ട് അനുമതി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ? സനീഷ്, സ്വാഭാവികമായും സർക്കാരിനെതിരെ നേരത്തെയും പല ആരോപണങ്ങൾ, പ്രത്യേകിച്ച് പോലീസുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളൊക്കെ ഉയർന്നപ്പോഴാണ് VS ശിവകുമാർ MLA-ക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളിൽ പമ്പയിലെ മണൽ വാരലുമായി ബന്ധപ്പെട്ട് അതിന് വിജിലൻസ് സർക്കാരിന്റെ അനുമതി നൽകിയിരുന്നു. അതിന് സർക്കാർ അനുമതി നിഷേധിക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഈ സാഹചര്യത്തിൽ തന്നെയാണ് PT തോമസിനെതിരെ ഇപ്പോൾ വിജിലൻസ് അന്വേഷണം സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും പ്രതിപക്ഷം ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി അല്ലെങ്കിൽ രാഷ്ട്രീയ വേട്ടയാടൽ എന്ന രീതിയിലേക്ക് പ്രതിപക്ഷം ആരോപണങ്ങളുമായി മുന്നോട്ട് പോകും. പക്ഷേ വിജിലൻസിന്റെ ഭാഗം അവർ വിശദമാക്കുന്നത് അവർക്ക് മൂവാറ്റുപുഴ കോടതിയുടെ ഉത്തരവിന്റെ ഭാഗമായിട്ട് അത്തരം ഒരു അന്വേഷണത്തിന് വിജിലൻസ് തീരുമാനിച്ചത്. അതിനുശേഷമാണ് സർക്കാരിന്റെ അനുമതി നേടിയിരിക്കുന്നത്. ആ അനുമതി ലഭിക്കുക മാത്രമാണ് ഇപ്പോൾ ഉണ്ടായ സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണ് എന്നുള്ളതാണ് വിജിലൻസിന്റെ ഭാഗത്തു നിന്നും ഉള്ള വിശദീകരണം. ശരി. അതേസമയം തീർച്ചയായും ഈ രാഷ്ട്രീയ ആയുധമായി തന്നെയും വിവരങ്ങൾക്ക് നമ്മൾ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. നിയമസഭയിലേക്ക് ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ PT തോമസുമായി ബന്ധപ്പെട്ടത് വിജിലൻസ് അന്വേഷണമുണ്ട്. ഒരുപക്ഷെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് തന്നെയായിരിക്കും പതിവ് പോലെ അദ്ദേഹവും പ്രതിപക്ഷത്തിൻ്റെ ആളുകളും പറയുക. പക്ഷേ മൂവാറ്റുപുഴ കോടതിയുടെ ഉത്തരവ് അതിന്മേൽ തുടരുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ നിലപാടിലേക്ക് പോകുന്നത് എന്ന മതിയായ വിശദീകരണം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരാൻ ഇടയുണ്ട്. പക്ഷേ അപ്പോഴും അത് രാഷ്ട്രീയമായിട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് നിൽക്കുകയും ചെയ്യും. നമ്മൾ ദൃശ്യങ്ങളിൽ അല്പം മുമ്പ് കണ്ടത് നിയമസഭയിലെ തത്സമയ സ്ഥിതിയാണ്. നമുക്ക് ഒന്നുകൂടെ ശ്രീ
എ സജീവനിലേക്ക് പോകേണ്ടതുണ്ട്. അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള കൂടിയുണ്ട്. അതിനുശേഷം 8:41 ഇപ്പോൾ സമയം. 9 മണിക്ക് സംസ്ഥാന നിയമസഭയ്ക്കകത്ത് നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഇന്ന് അവിശ്വാസ പ്രമേയം സർക്കാരിനെതിരെ പ്രതിപക്ഷം അവതരിപ്പിക്കുന്ന ദിവസമാണ്. ഒരു വരി പ്രമേയമാണ് VD സതീശൻ പ്രതിപക്ഷത്തിൻ്റെ MLA അവതരിപ്പിക്കുക. അതിന്മേൽ പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഇരുപക്ഷവും സർവ്വസജ്ജരായിട്ടാണ് വന്നിരിക്കുന്നത്. അവിശ്വാസ പ്രമേയത്തിൻ്റെ ഫലം, അവിശ്വാസ പ്രമേയം വിജയിക്കാനോ മറ്റോ ഉള്ള സാധ്യത തീരെയില്ല. പക്ഷേ അതിൻ്റെ ഫലം എന്താണെന്നത് സംബന്ധിച്ച് നമുക്ക് നേരത്തെ തന്നെ ഇപ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഫലമല്ല, അതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫലമല്ല, മറിച്ച് അതുമായി ബന്ധപ്പെട്ട് നിയമസഭയ്ക്കകത്ത് നടക്കുന്ന രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെയൊക്കെ സ്വാധീനിക്കുന്നതാണ് എന്നതുകൊണ്ടാണത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് മാറുന്നത്. VS അച്യുതാനന്ദനും CF തോമസും പ്രായാധിക്യമുള്ള 2 സാമാജികർ അവരുടെ അസുഖങ്ങൾ കൂടെ പരിഗണിച്ച് നിയമസഭയ്ക്കകത്തേക്ക് വരികയില്ല. ബാക്കി എല്ലാവരും അവിടെ എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. KT ജലീൽ പങ്കെടുക്കില്ല എന്നുകൂടെ കാണുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. 10 മണിയോടുകൂടി തന്നെ അവിശ്വാസ പ്രമേയത്തിൻ്റെ സംഗതികളിലേക്ക്, നടപടികളിലേക്ക് സഭ കടക്കും. 9 മണിക്ക് മുതൽ ഇപ്പോൾ അല്പസമയത്തിനകം എല്ലാവരും, ഇപ്പോൾ നമ്മൾ കാണുന്നത് നിയമസഭയ്ക്കകത്തെ ദൃശ്യം തന്നെയാണ്. അവിടേക്ക് അല്പസമയത്തിനകം ആളുകൾ എത്തിച്ചേരും. ആദ്യത്തെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. PC ജോർജ്. മാന്യന്മാരായ മന്ത്രിമാരാണെങ്കിലും അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അവരുടെ കഴിവുകൾ എന്തെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പിണറായി വിജയൻ അനുവദിച്ചിട്ടില്ല. ഒരു ഏകാധിപതിയെ പോലുള്ള ഭരണമാണ് നടത്തിയിരുന്നത്. ആ നിലയ്ക്ക് ഒരു വിമർശിക്കുന്ന നിലയ്ക്ക് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന UDF നടപടി ശരിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. UDFന്റെ അവിശ്വാസ പ്രമേയത്തെ താങ്കൾ പിന്തുണയ്ക്കും? ഞാൻ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞില്ലല്ലോ, എൻ്റെ അഭിപ്രായം ഇതാണെന്ന് പറഞ്ഞുള്ളൂ. ഞാൻ പറയാം, സഭയിലെ അഭിപ്രായം പറയും, ഒരു സംശയം വേണ്ട. പക്ഷെ വോട്ട് ചെയ്യണോ വേണ്ടോ എന്നുള്ള വേറെ പ്രശ്നം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വോട്ട് സംബന്ധിച്ച് പൂഞ്ഞാറിലെ ജനങ്ങൾ നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ ജനങ്ങളോട് വഞ്ചന കാണിക്കാൻ പറ്റില്ല. വോട്ട് ചെയ്യുന്നത് എങ്ങനെ? അതുകൊണ്ട് അങ്ങനെ പ്രശ്നം എനിക്കുണ്ട്. അതെൻ്റെ ധാർമ്മികതയുടെ പ്രശ്നമാണ്. ഇതാണ് അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് സംസാരിക്കും, പക്ഷേ വോട്ട് ചെയ്യില്ല, സാധ്യത കുറവാണ്. ഓക്കെ. അതുപോലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന്റെ നിലപാടെടുത്തു. രാജ്യസഭയിൽ ആർക്കും വോട്ട് ചെയ്യില്ല, പക്ഷെ വോട്ട് ചെയ്യും. അത്രയുള്ളൂ. സുരേഷ്, PC ജോർജാണ് സംസാരിക്കുന്നത് കണ്ടത്. PC ജോർജ് മാസ്ക് പോലും വെക്കാതെയാണ് സംസാരിക്കുന്നത് എന്നത് അത്ഭുതകരമായി തോന്നി. സാധാരണ ഈ കോവിഡ് സംഭവത്തിനൊക്കെ ശേഷം ഒരു നേതാവും താടിയിലെങ്കിലും മാസ്ക് വെക്കാതെ സംസാരിക്കുന്നതായിട്ട് ദൃശ്യങ്ങളിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതൊരു വളരെ കൗതുകമുള്ളൊരു ദൃശ്യമായിട്ട് തോന്നി. ഇന്ന് മാത്രവുമല്ല, ഈ MLA-മാരെയൊക്കെ ആൻറ്റിജൻ ടെസ്റ്റ് നടത്തിയിട്ടാണ് നിയമസഭയിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന ഇപ്പോഴത്തെ സാഹചര്യം കൂടെ വെച്ച് നോക്കുമ്പോൾ അത് അത്ഭുതകരമായിട്ടുള്ളൊരു ദൃശ്യമായിട്ടാണ് തോന്നിയത്. അദ്ദേഹത്തിൻ്റെ ഒരു വേറിട്ടുള്ള നിൽപ്പ് അവിടെയും കാണിച്ചു എന്ന് പറയാതിരിക്കുക വയ്യ. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പറയുകയായിരുന്നു, താൻ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് ഇന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. ശ്രീ എസ് സജീവൻ, ഇത് നമ്മൾ കാണുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്ന പോലെ ഈ MLA-മാർ ആൻറ്റിജൻ ടെസ്റ്റ് നടത്തിയതിന് ശേഷമാണ്, ആ ടെസ്റ്റ് റിസൾട്ട് വന്നതിന് ശേഷമാണ് അവരങ്ങോട്ടേക്ക് കയറി പോകുന്നത്. എല്ലാവർക്കും വോട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ആൻറ്റിജൻ ടെസ്റ്റിൽ പോസിറ്റീവാണ്, കോവിഡ് പോസിറ്റീവാണ് എന്ന് കണ്ടെത്തിയാൽ പോലും അവർക്ക് PPE കിറ്റ് ധരിച്ച് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം. ഒരുപക്ഷേ നിയമസഭാ നടപടികളിൽ പങ്കെടുക്കാനുള്ള അവസരം പോലും ഉണ്ടാകാനിടയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും MLA-മാരുടെ ആൻറ്റിജൻ പരിശോധനാ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നമ്മളോടൊപ്പം ശ്രീ എ സജീവനുണ്ട്. ശ്രീ എ സജീവൻ, ഇവിടെ അല്പസമയമേ ഉള്ളൂ ബാക്കി. ഈ നിയമസഭാ നടപടിക്രമങ്ങളിലേക്ക് കടക്കും. പക്ഷേ 10 മണിയോടെ നമ്മുടെ അവിശ്വാസ പ്രമേയ സംഗതികളിലേക്ക് പോവുകയുമുള്ളൂ. ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ ദിവസങ്ങളിൽ ചർച്ചയൊക്കെ നടത്തുമ്പോൾ ജനത്തിന് മുന്നിൽ ഉള്ളൊരു പ്രശ്നം, നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്നതാണ്. അതായത് ഏതെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിഷയം എന്നതല്ല, ഈ വിഷയങ്ങളുടെ ധാരാളിത്തം ആളുകൾക്ക് മുന്നിലുണ്ട് എന്നതാണ്. സ്വർണ്ണക്കടത്തിൽ തുടങ്ങി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് വന്ന് പിന്നീട് ലൈഫ് മിഷനിലൂടെ അതിനകത്ത് യൂണിടാക്ക്, റെഡ് ക്രസൻറ്റ് തുടങ്ങിയ ആളുകൾക്ക് എളുപ്പത്തിൽ അങ്ങ് ഉള്ളിലേക്ക് എടുക്കണമെന്ന ആഗ്രഹമൊന്നും തോന്നാത്ത കാര്യങ്ങളിലൂടെ അങ്ങ് പരന്ന് നിൽക്കുകയാണ്. എല്ലാ ദിവസവും എന്നോണം രമേശ് ചെന്നിത്തലയുടെയും സഭയ്ക്കകത്ത് ഒരാൾ മാത്രമേ ഉള്ളൂവെങ്കിലും വലിയ ഇളക്കമുണ്ടാക്കുന്ന BJP-യുടെയും വാർത്താ സമ്മേളനം, K. സുരേന്ദ്രൻ്റെയും വാർത്താ സമ്മേളനം എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും ടെലിവിഷൻ ചർച്ചകളുണ്ട് പലയിടങ്ങളിലായിട്ട്. പല വിഷയങ്ങൾ ഇങ്ങനെ വരികയാണ്. ഇതൊരു ഫോക്കസ്ഡ് ആവാത്ത ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ പ്രതിപക്ഷം വിചാരിക്കുന്നൊരു ആനുകൂല്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുമോ? അല്ല, നമ്മൾ നിയമസഭയിൽ അത് വളരെ ഫോക്കസ്ഡ് ആയിട്ട് സർക്കാരിനെ ആക്രമിക്കുന്ന, കൃത്യം വിവരങ്ങളിലേക്ക് നിന്നുകൊണ്ട് ആക്രമിക്കുന്ന ഒരു നിലയിലേക്ക് വരാനിടയുണ്ടോ? ഒരു വിഷയത്തിൽ മാത്രം ഊന്നിയുള്ള ഒരു ആക്രമണം എന്ന് പറയുന്നതുകൊണ്ട് പ്രത്യേക ഗുണമൊന്നുമില്ല. പല വിഷയങ്ങൾ പ്രതിപക്ഷത്തിന് കിട്ടിയിട്ടുള്ള ആയുധം എന്ന് പറയുന്നത് ഒരു സ്വർണ്ണക്കള്ളക്കടത്തല്ല. അതുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ മുഖ്യമന്ത്രി തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ
അന്വേഷിക്കട്ടെ. NIA ഉണ്ടല്ലോ രംഗത്ത്, കസ്റ്റംസ് ഉണ്ടല്ലോ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉണ്ടല്ലോ. അവരെല്ലാം കേന്ദ്രത്തിന് കീഴിലുള്ള അന്വേഷണ ഏജൻസികളാണല്ലോ. അവർ അന്വേഷിക്കട്ടെ എന്ന രീതിയിൽ വേണമെങ്കിൽ സർക്കാരിന് അങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റും. പക്ഷെ ഇപ്പോൾ ഇതിനിടയിൽ പല മേഖലയിൽ നിന്ന് ഇപ്പൊ ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വരും. അത് കഴിഞ്ഞ് വിമാനത്താവളം സർക്കാരിന്റെ നിലപാടിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ, സർക്കാരിന്റെ നിലപാടിനെ സർക്കാർ തന്നെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലാണ് എന്ന് തോന്നാവുന്ന രൂപത്തിൽ പുതിയ വിഷയം ഉണ്ടാകും. അപ്പോൾ ഈ പല വിഷയങ്ങളും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് റിസൾട്ടാണ് അതുണ്ടാക്കുക. ഒന്ന്, ജനങ്ങൾക്കിടയിൽ ഇവർ തൊട്ടതൊക്കെ പ്രശ്നമാണല്ലോ എന്ന രൂപത്തിലേക്ക് ഒരു ചിന്തയുണ്ടാകും. അതല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ലെങ്കിൽ ഇവർ അനാവശ്യമായിട്ട് ഈ ആരോപണം ഈ കേസ് കൊടുക്കുന്ന ആളുകളുണ്ട്. ഒരു കാര്യമില്ല, വെറുതെ അനാവശ്യമായി കേസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യവഹാരപ്രിയർ എന്ന് പറയുന്ന ആളുകൾ, അതാണ് എന്ന് തോന്നുന്ന രൂപത്തിലേക്ക് ജനങ്ങൾക്കൊരു തോന്നലുണ്ടാകാം. ഈ രണ്ട് രീതിയിലും തിരിച്ചടിക്കാം. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അത് സഭയ്ക്കകത്തായാലും പുറത്തായാലും ഇത് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ ഇടക്കാലത്ത് ഭരണപക്ഷത്തിലുള്ള നേതാക്കന്മാർ, CPM നേതാക്കന്മാർ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ച കാര്യങ്ങൾ അദ്ദേഹം പറയുന്നതൊക്കെ പിറ്റേ ദിവസം വിഴുങ്ങേണ്ടി വരുന്നു, അദ്ദേഹത്തിന് മാപ്പ് പറയേണ്ടി വരുന്ന രൂപത്തിലുള്ള വലിയ ഒരു രീതിയിൽ അദ്ദേഹത്തിനെ കോർണർ ചെയ്യുന്ന രൂപത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നു. ഇതേപോലെ പറയുന്നത് കൃത്യമായിട്ട് അവതരിപ്പിച്ചില്ലെങ്കിൽ, അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലല്ലെങ്കിൽ തിരിച്ചടിക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. അപ്പം വിഷയങ്ങൾ കൂടുന്നു എന്നുള്ളതല്ല, ആ വിഷയങ്ങൾ എങ്ങനെ ജനങ്ങളെ ബോധ്യപ്പെടുത്തും. ഇപ്പൊ സഭയ്ക്കകത്ത് വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത്, മറ്റേതൊരു പത്രസമ്മേളനം ഒരാൾ നടത്തുന്നു, പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കന്മാരോ പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാർ നടത്തുമ്പോൾ ഇതിന് എപ്പോഴെങ്കിലൊക്കെ ആയിരിക്കും മറുപടി കൊടുക്കുക. ഒരുപക്ഷെ ചോദ്യം വന്നില്ലെങ്കിൽ മറുപടി കൊടുക്കാൻ പോലും പറ്റിയില്ല എന്ന് വരും. ഇവിടെ അതല്ല, ഇവിടെ ഈ 5 മണിക്കൂർ സമയത്തിനിടയിൽ കൃത്യമായിട്ട് ചോദ്യം ഉന്നയിക്കാനും അല്ലെങ്കിൽ ആരോപണം നടത്താനും അതിന് തിരിച്ചുള്ള മറുപടി കൊടുക്കാനുള്ള അവസരമുണ്ട്, സമയമുണ്ട്. ആ കൊടുക്കുമ്പോൾ ഏതൊക്കെ കരുക്കൾ നീക്കിയിട്ടാണ് ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്, എന്തെല്ലാം തെളിവുകളാണുള്ളത് എന്നൊരു വലിയ പ്രശ്നമാണ്. കാരണം ഇന്ന് ഇപ്പൊ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്കാർക്കും അറിയാത്ത തെളിവുകൾ ഒരു പക്ഷേ ഇവർ ഓരോരുത്തരും സംഭരിച്ചിട്ടുണ്ടാവാം, ശേഖരിച്ചിട്ടുണ്ടാകാം. ഈ തെളിവുകളുമായിട്ടാണ് വന്നിട്ട് പറയുമ്പോൾ അപ്പോൾ തന്നെ ഈ 5 മണിക്കൂറിനിടയിൽ മറുപടി കൊടുക്കണമല്ലോ, ആലോചിച്ചിട്ടോ വേറെ അന്വേഷിച്ചിട്ടോ കൊടുക്കാനുള്ള സമയമില്ല. അപ്പം അത് കൃത്യമായിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഈ കൃത്യമായിട്ടുള്ള ആരോപണം ഉന്നയിക്കാൻ പറ്റാതിരിക്കുകയും ഇതുവരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് വളരെ സുവ്യക്തമായ മറുപടി ഈ ഭരണപക്ഷത്ത് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഇതുണ്ടാക്കുന്ന റിസൾട്ട് വളരെ ഇതുവരെയുള്ള പോലെയല്ല. 5 മണിക്കൂർ നേരത്തെ ചർച്ച ഉണ്ടാക്കുന്ന റിസൾട്ട് വളരെ വലുതാണ്. ശരി, വളരെ നന്ദി ശ്രീ എ. സജീവൻ ഞങ്ങളോട് സംസാരിച്ചതിന്. അല്പസമയത്തിനകം ഇത് അവിടുത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കും, അങ്ങോട്ടേക്ക് പോകേണ്ടതുണ്ട്, ഒരു ഇടവേള ആവശ്യമായി വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് നമുക്ക് വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിലേക്ക് പോകാം. പ്രത്യേകിച്ചും അവിടെ നിന്ന് ഈ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ നമുക്കറിയാവുന്നതുപോലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഉയർത്തുന്ന പുതിയ വിവരങ്ങളടക്കമുള്ളവ നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. അതിലേക്ക് ഞാൻ വന്നുകൊള്ളാം. വളരെ നന്ദി ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഇരുന്ന് ഈ കാര്യങ്ങൾ വിശദീകരിച്ചതിന്. VS അച്യുതാനന്ദനും CF തോമസും KT ജലീലും ഒഴികെ ബാക്കി എല്ലാ നിയമസഭാ സാമാജികരും അവിടെ എത്തിയിട്ടുണ്ട്. നിയമസഭാ ഹാളിനകത്തേക്ക് അല്പസമയത്തിനകം പ്രവേശിക്കും. VS അച്യുതാനന്ദനും CF തോമസും പ്രായാധിക്യത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. KT ജലീൽ എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഈ കോവിഡുമായി ബന്ധപ്പെട്ട നിരീക്ഷണത്തിൽ അല്ലെങ്കിൽ ക്വാറന്റൈനിലാണെന്ന് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം അതിൻ്റെ വിശദാംശങ്ങൾ വന്നിരുന്നല്ലോ, അപ്പോൾ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം. എന്തായാലും നമുക്ക് ആ കാര്യങ്ങൾ കൂടെ അറിയാനുണ്ട്. അതിനകത്ത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണത്തിലേക്ക് പോകാനിടയുണ്ട്. സർക്കാർ അക്കാര്യം പ്രഖ്യാപിക്കും എന്നുകൂടെ നമ്മുടെ മുന്നിൽ ഇപ്പോൾ വിവരങ്ങളുണ്ട്. വിശദമായിട്ട് വരാം. നിയമസഭയ്ക്കകത്ത് സംസ്ഥാനം ഈ 4.5 വർഷക്കാലം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാദപ്രതിവാദ പരിപാടി എന്ന് തന്നെ പറയാവുന്ന വിധത്തിൽ വളരെ നിശിതമായിട്ട് പരസ്പരം വിമർശിക്കുന്ന കാര്യങ്ങളാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾക്കൊപ്പം തുടരുക. വളരെ പെട്ടെന്ന് വരാം ഇടവേളയ്ക്ക് ശേഷം. 8:52 ഇപ്പോൾ സമയം. അല്പസമയത്തിനകം ഏതാണ്ട് 5-8 മിനിറ്റിനകം അവിടെ നിയമസഭാ നടപടിക്രമങ്ങൾ ആരംഭിക്കും. 9 മണിക്ക് അവിടെ നമുക്കറിയാം മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെല്ലാം തന്നെയും എത്തിച്ചേർന്നിട്ടുണ്ട്. മന്ത്രിമാരടക്കമുള്ള ആളുകൾ പതുക്കെ വരികയാണ്. മുഖ്യമന്ത്രി സമയത്ത് തന്നെ എത്തി അദ്ദേഹത്തിൻ്റെ കസേരയിലേക്ക് ഇരുന്നിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വളരെ പെട്ടെന്ന് അതിലേക്ക് വരാം. മറ്റ് ചില പ്രധാനപ്പെട്ട വാർത്തകൾ കൂടെയുണ്ട്. അതിൽ ഒന്ന് പോയതിനു ശേഷം പാർട്ടി, അതായത് കോൺഗ്രസ് അടിമുടി മാറണം എന്ന മുറവിളികൾക്കിടെ നിർണായക കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്ന് ചേരും. അധ്യക്ഷസ്ഥാനം ഒഴിയുകയാണ് എന്ന് സോണിയാഗാന്ധി യോഗത്തെ അറിയിക്കും. രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ വരണം എന്നൊരു വിഭാഗം ആവശ്യപ്പെടും. സമ്പൂർണ്ണ മാറ്റം ആവശ്യപ്പെട്ട് സോണിയാഗാന്ധിക്ക് 23 നേതാക്കൾ കത്ത് നൽകിയതിനെതിരെയും വിമർശനം ഉയർന്നിട്ടുണ്ട്. വിവരങ്ങളുമായി ER രാഗേഷ് ചേരുന്നു. രാഗേഷ്, ചർച്ചകൾ എന്നല്ലാതെ എന്തെങ്കിലും നിർണായകമായ കാര്യങ്ങളിലേക്കൊക്കെ തീരുമാനങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? വിശദാംശങ്ങൾ എന്ത്?
സനീഷ്, നിർണായകമായ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം 11 മണിക്കാണ് ചേരുന്നത്. വീഡിയോ കോൺഫറൻസായാണ് യോഗം ചേരുന്നത്. ഏതായാലും നിർണായകമായ ചർച്ചകൾ ഇന്നത്തെ യോഗത്തിലുണ്ടാകും. കാരണം ഈ യോഗത്തിന് മുൻപായി സോണിയാഗാന്ധിക്ക് 23 നേതാക്കൾ ഒപ്പുവെച്ച കത്ത് ചോർന്നിരുന്നു. പ്രത്യേകിച്ച് അടിമുടി മാറണം, നേതൃത്വത്തിൽ മാറ്റം വരണം, സജീവ നേതൃത്വം വരണം, പാർട്ടിക്ക് പാർലമെന്ററി ബോർഡ് രൂപീകരിക്കണം, അധികാരം കൂടുതൽ വിപുലമാക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ കത്തിൽ എഴുതിയിരുന്നത്. ഏതായാലും ഈ കത്ത് പുറത്തു വന്നതിന് ശേഷം ഈ കത്തിൽ ഒപ്പുവെച്ച് ഗുലാം നബി ആസാദുമായി സോണിയാഗാന്ധി ടെലിഫോണിൽ ചർച്ച നടത്തി. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്ന് അറിയിച്ചു. ഒപ്പം തന്നെ സോണിയ താൻ ഇടക്കാല അധ്യക്ഷ സ്ഥാനം ഒഴിയാമെന്നും സന്നദ്ധ അറിയിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. കാരണം ഇന്നലെ തന്നെ അത്തരം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഏതായാലും ഇന്നത്തെ യോഗത്തിൽ സ്വാഭാവികമായി സോണിയാഗാന്ധി താൻ ഒഴിയാൻ തയ്യാറാണ്, നേരത്തെ തന്നെ ഇത് ഒഴിഞ്ഞ പദവിയാണ് തുടങ്ങിയ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യും. ഏതായാലും പുതിയ അധ്യക്ഷനെ കണ്ടെത്തുന്നവരെ സോണിയ തുടരണമെന്നായിരിക്കും ഭൂരിപക്ഷം പ്രവർത്തക സമിതി അംഗങ്ങളുടെയും നിലപാട്. നന്ദി രാകേഷ്, വിവരങ്ങൾക്ക്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണത്. പക്ഷേ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. നമുക്കിപ്പോൾ 9 മണിക്ക് അവിടെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. അപ്പോൾ അതിലേക്ക് പോകേണ്ടതുണ്ട്. ചെറിയ ഒരു ഇടവേള അതിനിടക്കുണ്ട്. അതിൽ പോയതിനു ശേഷം വളരെ പെട്ടെന്ന് വരാം. ഈ ബുള്ളറ്റിൻ പൂർത്തിയാകുകയാണ്. അടുത്ത ബുള്ളറ്റിൻ വളരെ പെട്ടെന്ന് ആരംഭിക്കും.